പക്ഷെ എന്തുകൊണ്ടാണ് അധികം ആൾക്കാർ ഈ ക്ലൗഡ് നേറ്റീവ് ഏരിയയിൽ എത്താത്തത്, ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റിലേക്ക് അധികം ആൾക്കാർ എത്താത്തത്? എന്തുകൊണ്ടാണ് ഈ ഷോർട്ടേജ്? അവിടെ കുറെ ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസ് എന്തെല്ലാമാണ്? ആ ചലഞ്ചസ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് അടുത്ത സെക്കൻഡ്. ഏറ്റവും ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ ഗൈഡൻസ്, കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. കറക്റ്റായിട്ട് ഏത് റൂട്ടിലൂടെ പോകണം, ഏതാണ് അതിന്റെ സ്റ്റെപ്സ് എന്താണ്, ഈ സ്കിൽസ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എന്താണ്, അതിനുള്ള റൂട്ടുകൾ എന്താണ്, ഏതൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് വേണ്ട പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെ നേടും, അതിനുള്ള ഒരു ഗൈഡൻസ് മാർക്കറ്റിൽ തീരെ അവൈലബിൾ. ഇപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഈ എക്സ്പെർട്ട് കോറിന്റെ ഏരിയയിൽ പ്രത്യേകിച്ചും ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയുള്ള ട്രെയിനിങ് പ്രൊവൈഡേഴ്സോ മെന്റേഴ്സോ ഇല്ല എന്ന് തന്നെ പറയാം, വളരെ കുറവാണ്. പിന്നെ പൊതുവെ ഒരു ധാരണ ഉണ്ട്, എക്സ്പെർട്ട് കോറും പിന്നെ ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റും C# ലാംഗ്വേജും ഒക്കെ ഭയങ്കര ടഫാണ്. പല ആൾക്കാരും ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, കാരണം ഇതൊന്നും ഇപ്പൊ അധികം ട്രെയിനിങ് പ്രൊവൈഡേഴ്സ് പറഞ്ഞു കേൾക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ടഫാണെന്നുള്ളൊരു ജനറൽ ധാരണ ഉണ്ട്. ഇത് ഹാർഡ് ടു ലേൺ, പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ധാരണ ഉണ്ട്. അതിൽ ചെറിയൊരു കുറച്ചൊരു വാസ്തവമുണ്ട്, പക്ഷെ അത് ഈസിയാക്കി അത് സോൾവ് ചെയ്യുന്നതിനുള്ള വളരെ മനോഹരമായിട്ടുള്ള മാർഗമാണ്. ആ ഒരു മാർഗത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു സ്മാർട്ട് അപ്രോച്ച് ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിന് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി ക്രാക്ക് ദിസ്. അതിൽ പ്രൈമറിലി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഈ സ്കിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന, പ്രാക്ടിക്കൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിലൂടെ പഠിപ്പിക്കുന്ന, ഒരു റിയൽ പ്രൊജക്ടുകൾ വെച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരു കോംപ്രഹെൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമാണ് വേണ്ടത്. അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കമ്പനി വേണം. അതിലൊരു ക്ലൗഡ് നേറ്റീവ് ആയിട്ടുള്ള തന്നെ ഒരു മോഡേൺ റിയൽ വേൾഡ് പ്രോജക്ട്, അതിന്റെ എല്ലാ കോംപ്ലക്സിറ്റീസും ഉള്ള ഒരു പ്രോജക്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് പോകുന്നത്. അതിൽ ഒരുപാട് നമുക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് മാസ്റ്റർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം വേണം. ഇതിൽ പഠിപ്പിക്കേണ്ടത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ് മെന്റേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ സർട്ടിഫിക്കേഷൻസ് എടുക്കുക. ഇതിൽ ഈ പ്രോഗ്രാമിൽ സർട്ടിഫിക്കേഷൻസ് എടുത്ത് നമുക്ക് ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാനും സാധിക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സ്കിൽ ഡെവലപ്പ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഫഷണൽ പ്രൊഫൈൽസ് ബിൽഡ് ചെയ്യും. ഇപ്പൊ ലിങ്ക്ഡിനിൽ തന്നെ നല്ല പ്രൊഫഷണൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി കമ്പനികൾ നമ്മളെ പിന്നാലെ വരും. പിന്നെ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും കമ്പനികളിൽ പോയിട്ട് കറക്റ്റ് ആയിട്ട് പ്രൊജക്ടുകൾ വർക്ക് ചെയ്യാനും വേണ്ട സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ടെക്നിക്കൽ സ്കിൽസ് മാത്രം പോരാ, പ്രൊഫഷണൽ സോഫ്റ്റ് സ്കിൽസ് വളരെ അത്യാവശ്യമാണ്. പിന്നെ കമ്പനികളുടെ ഹയറിംഗ് പ്രോസസ് മനസ്സിലാക്കുക. പല കമ്പനികൾക്കും പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹയറിംഗ് പ്രോസസ് ആണ്. അതായത് മിഡിൽ ലെവൽ കമ്പനീസിന് ഒന്നാണ്, ബിഗ് കമ്പനീസിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയസ് സ്റ്റെപ്സും പാറ്റേൺസും ഉണ്ട്. ഈ ഹയറിംഗ് പ്രോസസ് മനസ്സിലാക്കി അതെങ്ങനെ ക്രാക്ക് ചെയ്യുന്നുള്ള അത് പഠിക്കാം. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു tier 1 കമ്പനിയിൽ, ഒരു ടോപ്പ് ടിയർ കമ്പനിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉപയോഗമുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മിഡ് ലെവൽ കമ്പനിയിലായിരിക്കും ആദ്യം ജോയിൻ ചെയ്യേണ്ടി വരും. ആ ഒരു അപ്രോച്ചാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് ലെവൽ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റീവ്ലി ഈസി ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ആവശ്യത്തിന് എക്സ്പീരിയൻസും കിട്ടും. ഈ എക്സ്പീരിയൻസ് ബിഗ് കമ്പനിയിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഫീൽ ചെയ്യും. നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സ്മാർട്ട് അപ്രോച്ചുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും.